അനുരാജ് മനോഹറിന്റെ നരിവേട്ട, ടോവിനോ തോമസ് പ്രധാന കഥാപാത്രം. സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്സിലൊരു മിക്സഡ് ഇമോഷനാണ് വന്നത്. ഒരു ഡെസ്പറേഷൻ, ദേഷ്യം, സങ്കടം, എന്തോ ഒരു മൊത്തത്തിലൊരു ഫ്രസ്ട്രേറ്റിംഗ് ഒരു സാധനമായിരുന്നു. കാരണം ആ സിനിമ സംസാരിക്കുന്ന വിഷയം അങ്ങനത്തെയാണ്. നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓൾറെഡി മറന്നു കഴിഞ്ഞ ആ കാര്യം. 2003 കേരളത്തിൽ സംഭവിച്ച ഒരു പോലീസ് അല്ലെങ്കിൽ സിസ്റ്റം ഒരു കൂട്ടം ജനതയെ ഒരു പ്രത്യേക രീതിയിൽ പരിഗണിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അരാജകത്വത്തിൻ്റെ ഒരു ബാക്കിപത്രം എന്നോണമുള്ള അതിൻ്റെ ഒരു ഏട്, അന്ന് അവിടെ നടന്ന കാര്യങ്ങളുടെ ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സിനിമാറ്റിക്കായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് മുത്തങ്ങ സംഭവം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്കത് കണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ഒരു മിക്സഡ് ഇമോഷൻ തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനത് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടം ജനങ്ങൾ, പല കാറ്റഗറി, പല കമ്മ്യൂണിറ്റി, പല സാമ്പത്തിക സ്ഥിതി, പല സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികൾ എല്ലാവരും ഒന്നിച്ചുകൂടി ജീവിക്കുന്ന, ലോഫുൾ ആയിട്ട് ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്ത് എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഒരു സിസ്റ്റം. പക്ഷെ സത്യത്തിൽ ആ സിസ്റ്റത്തിന്റെ കാര്യം എടുക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെയാണോ നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ ഭരണകർത്താക്കളും? എല്ലാവരും കൺസിഡർ ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സിനിമ. കാരണം നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി ജനസമൂഹം, അവരുടെ പ്രശ്നങ്ങൾ, അവരെ ഒരു പൗരന്മാരായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? നമ്മളടങ്ങുന്ന സമൂഹം അവരെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഇപ്പോഴും അവരുടെ ജീവിത സാഹചര്യം വളരെ ദുസ്സഹമായി തുടരുന്നു എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. നമുക്ക് നാട്ടിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറെ സംവിധാനങ്ങളുണ്ടല്ലോ. അതിൽ വെച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങളെ പുരോഗമനത്തിന്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി അവർക്ക് കാലങ്ങളായി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫണ്ട്, അവർക്ക് വേണ്ടി നീക്കി വെക്കുന്ന ആ ഒരു ലംസം അമൗണ്ട്, ഇതെവിടെ പോകുന്നു? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ. അതിനൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു മറുപടി പോലും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ ഒരു സിനിമയുടെ സാഹചര്യത്തിലോട്ട് വരുമ്പോൾ വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന തങ്ങളുടെ ജീവിതത്തിനും അന്തസ്സോടെയുള്ള ജീവിതത്തിനും ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ട സാഹചര്യം സൃഷ്ടിക്കാൻ ഉള്ള ഒരു ഫാക്ടറായ സ്വന്തമായിട്ടുള്ള നിലം അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയാണ്. പക്ഷെ ഒരു ഫോഴ്സ് വളരെ ശക്തിയേറിയ ഒരു സമരമുഖമായിട്ട് മാറിയത് ഏകദേശം ആ ഒരു 2000-നൊക്കെ ശേഷമാണെന്നാണ് തോന്നുന്നത്. അന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആ ഒരു ഉദ്ദേശ സാധ്യത്തിനായി കുടിൽ കെട്ടി സമരം ആരംഭിച്ച ആദിവാസികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ആ സമരത്തിന്റെ അവസാന ഭാഗത്തേക്ക് സിസ്റ്റം തന്നെ അവർക്ക് ഉറപ്പ് നൽകുകയും, വാക്കാലുള്ള വാഗ്ദാനം അതുപോലെ തന്നെ ഡോക്യുമെന്റഡ് വാഗ്ദാനങ്ങൾ നൽകുകയും അത് പാലിക്കാതെ വന്നതിന്റെ ഭാഗമായി അവർക്ക് മുത്തങ്ങ എന്ന് പറയുന്ന ഏരിയയിൽ പോയി റിസർവ്ഡ് ഫോറസ്റ്റിന്റെ സൈഡിൽ ഇതുപോലെയുള്ള ഒരു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു കുടിൽ കെട്ടി സമരം അവിടെ അരങ്ങേറേണ്ടി വന്നു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ട്. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്താണ്? ജീവിക്കാനും കൃഷി ചെയ്യാനും അവരുടെ സ്വന്തം പേരിൽ ഭൂമി നൽകാം എന്നുള്ള സംഭവം. എന്തുകൊണ്ട് അവർക്ക് ഭൂമി ഇല്ല? അവർക്ക് മാത്രം സ്വന്തം പേരിൽ എന്തുകൊണ്ട് ഭൂമി ഇല്ല എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോകേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും സാമൂഹികമായി കാലങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അസമത്വത്തിൻ്റെയും ഇൻജസ്റ്റിസിൻ്റെയും ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ഉറപ്പ് നൽകിയ സാധനം പോലും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് പോയത്. പക്ഷെ ആ സമരം പൊളിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ സിസ്റ്റത്തിന്റെയും സ്റ്റേറ്റിന്റെയും
ഒരുപാട് ഇടപെടലുകൾ കാരണം സമരം അക്രമാസക്തമാവുകയും ഇരുവിഭാഗങ്ങളും അതുപോലെ ഇരുവിഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസും അതുപോലെ തന്നെ സമരമുഖത്തുള്ള പ്രവർത്തകരുടെയും ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും ഉണ്ടായ ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുകയുണ്ടായി. അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദി ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു പോകുന്ന ആ സിസ്റ്റത്തിനുള്ളിലെ ഹിഡൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണ് അനുരാഗ് മനോഹറിന്റെ നരിവേട്ട. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യ സ്നേഹി ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട സിനിമയാണ് നരിവേട്ട. ഓൾറെഡി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സിനിമാറ്റിക് ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും നടന്ന സംഭവങ്ങൾ തന്നെയാണെന്ന്. ആക്ച്വലി ഇറ്റ് ഹാസ് ഹാപ്പൻഡ്, ഓൾറെഡി ഹാപ്പൻഡ്. ആ ഒരു കാര്യം മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് വളരെ വളരെ അസ്വസ്ഥത തോന്നും ഈ സിനിമ കാണുന്ന സമയത്ത്. ഇതൊരു ഹീറോ ഓറിയന്റഡ് റിഡംഷൻ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമല്ല, ഒരു ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. അത് ആ ഒരു ക്യാരക്ടർ ടോവിനെ അവതരിപ്പിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ ഒരു ക്യാരക്ടർ അതിമനോഹരമായിട്ട് അദ്ദേഹം അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ ഓരോ സമയത്തും അനുഭവങ്ങളിലൂടെ, കണ്ട കാഴ്ചകളിലൂടെ, അറിഞ്ഞു വന്ന സിസ്റ്റത്തിലെ ചെയ്തികളിലൂടെ അദ്ദേഹത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് സ്ക്രീനിൽ അദ്ദേഹം അഭിനയിച്ച് വലിപ്പിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഒരു നടൻ എന്ന നിലയിൽ ടോവിനോയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു നരിവേട്ടയിലെ ഈ കോൺസ്റ്റബിളിന്റെ ക്യാരക്ടർ. അതുപോലെ തന്നെ ചേരൻ അവതരിപ്പിച്ച മേലുദ്യോഗസ്ഥൻ വളരെ സട്ടിലായിട്ട് പെരുമാറുന്ന, എന്നാൽ സിസ്റ്റത്തിനോട് ചേർന്ന് നിന്ന് സിസ്റ്റം അഡ്വൈസ് ചെയ്യുന്ന, സിസ്റ്റം തകരാതിരിക്കാൻ ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഇൻഹ്യൂമൻ ആയിട്ടോ പെരുമാറേണ്ടി വരുന്ന ഒരു മേലുദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം ഇതിൽ വന്നിട്ടുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, നമുക്ക് പെയിൻഫുൾ ആയിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി നമ്മൾ വിട്ടുപോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവും, അതുപോലെ ഒരു സിറ്റുവേഷനൊക്കെ സിനിമയിലുണ്ട്. അത്രയും മനോഹരമായിട്ട് ആ ക്യാരക്ടർ സുരാജ് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരുടെ പെർഫോമൻസും ഗംഭീരമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽസും, ആ കാടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും, കാടിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, കാടിന്റെ ആ ഏരിയൽ ഷോട്ടിലൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലായി. ഈ ഉള്ളിൽ അവർ ഈ സമരത്തിനോടനുബന്ധിയായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ എത്രത്തോളം ഒരു മൂഡി ആയിട്ടുള്ള സിറ്റുവേഷനാണ് നടക്കുന്നതെന്ന് ക്യാമറ വർക്ക് അത് എടുത്തു കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു അതിന്റെ ക്യാമറ വർക്കും വന്നിട്ടുള്ളത്. അപ്പോ അത്തരത്തിലൊരു ഇമോഷണലി നമ്മളൊരു മാനുഷികമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇമോഷണലി നിങ്ങളെ ഒന്ന് തളർത്തി കളയുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഓഫ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് നരിവേട്ട. നിങ്ങളെ അത്യാവശ്യം പൊളിറ്റിക്കലി കാര്യങ്ങൾ കാണുകയും നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യം, നമുക്കും ഉള്ള പ്രിവിലേജസ് എന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും വേറൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ചിന്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ വേറെ ആളുടെ സൈഡിൽ നിന്ന് ആ ഒരു സൈഡിൽ ലോകം നോക്കി കാണാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട. മസ്റ്റ് 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 വാച്ച്. നിങ്ങളിത് കണ്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ആദിവാസി സമൂഹത്തിന്റെ ഈ സിറ്റുവേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഈ സിനിമയെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.